ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ബട്ടർ ചിക്കൻ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 ടേബിൾ സ്പൂണ് ഓയിലും 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോൺലെസ് ചിക്കന് ഞാനിവിടെ 1.5 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഗ്രേവിക്കുള്ളത് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 സവാള 4 തക്കാളി ഇട്ട് കൊടുക്കുക. 2 പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 5-10 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 10-15 കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് 1-2 ചേർക്കാം കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള തക്കാളിയും സവാളൊക്കെ മിക്സിയിലൊന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതിലേക്കൊരു 2-3 ടീസ്പൂൺ അളവിൽ നമുക്ക് തേന് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ ചിക്കൻ കിടന്നൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണിട്ടത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്